ഹായ് ഓൾ, വെൽക്കം ടു വിൻഡ്. ഇന്ന് നമ്മൾ പെർസെൻറ്റേജ് എന്ന സെഷനാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് പഠിച്ചത്? ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആയിരുന്നു. അതിന് മുന്നേ ടൈം ആൻഡ് വർക്ക് പഠിച്ചു. അപ്പോൾ അതിലുള്ള പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു സെഷനാണ്. ഏതാണ്? പെർസെൻറ്റേജ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് എക്സാം മെയ് 24-ാം തീയതി. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്താണ് നമ്മളിപ്പോൾ സെക്ഷൻസ് കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ ഇനിയിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ മെയ് 17-ാം തീയതി. അപ്പോൾ എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് പെർസെൻറ്റേജിൽ എല്ലാ സെഷൻസും ഒന്ന് നോക്കിയിട്ട് പോകാം. എന്താണ് പെർസെൻറ്റേജ്? 100നെ അടിസ്ഥാനമാക്കിയുള്ള അളവിനെയാണ് നമ്മൾ ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. എന്താണ്? 100നെ അടിസ്ഥാനമാക്കിയുള്ള അളവിനെയാണ് നമ്മൾ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്നത്. ഇനി ഒരു ശതമാനത്തെ നമ്മൾ ഭിന്നസംഖ്യ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 100. ഫോർ എക്സാമ്പിൾ 25% ആണെങ്കിൽ എന്ത് ചെയ്യണം? 25%നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 25 ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1/4 അല്ലേ? 25 4 100. സോ ദ ആൻസർ ഈസ് 1/4. അതുപോലെ നമുക്ക് വേണമെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? നമുക്ക് 25% വേണം 75%. നമ്മൾ എന്ത് ചെയ്യും? 75 ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 3/4. 3 25 75 4 25 എന്താണ്? 100 സോ ദ ആൻസർ ഈസ് 3/4. അതുപോലെ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. എന്താണ്? 12%. എന്താണ് 12%? 12/100 അല്ലേ? ഇപ്പം എത്രയാണ്? 3 എന്താണ്? 3 4 12. അതുപോലെ ഇവിടെയോ 25 4 100. സോ 3/25. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി എന്താണ്? ഒരു ഭിന്നസംഖ്യയെ ശതമാന രൂപത്തിൽ ആക്കുന്നതിന് എന്ത് ചെയ്യണം? ഇൻറ്റു 100. ഒരു ഭിന്നസംഖ്യയെ ശതമാന രൂപത്തിലാക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 100. ഫോർ എക്സാമ്പിൾ 1/5. 1/5നെ നമ്മൾ ശതമാനത്തിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1/5 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 25%. അങ്ങനെയെങ്കിൽ 1/4 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 25%. ഇനി 1/2 ആണെങ്കിലോ 1/2 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 50%. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ്, പെർസെൻറ്റേജ് കാൽക്കുലേഷൻ. എയുടെ വരുമാനം ബിയേക്കാൾ X% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും? ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസാണ് വന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബേസ് വാല്യൂ, അതായത് ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം? എത്രയാണോ കൂടുതലായിരിക്കുന്നത് അതെന്ത് ചെയ്യണം? 100ൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? X ഡിവൈഡഡ് ബൈ 100 പ്ലസ് X ഇൻറ്റു 100. അപ്പോൾ അടുത്തത് ഇനി കുറവാണേ. എയുടെ വരുമാനം ബിയേക്കാൾ X% കുറവാണെങ്കിൽ ബിയുടെ വരുമാനം എയേക്കാൾ എത്ര ശതമാനം കൂടുതലായിരിക്കും? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 100 എന്ന് ആ കുറവായ വാല്യൂ കുറയ്ക്കണം. അതായിരിക്കണം എന്ത്? ബേസ് വാല്യൂ. സോ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? 100 മൈനസ് എക്സ്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? X ഡിവൈഡഡ് ബൈ 100 മൈനസ് എക്സ് ഇൻറ്റു 100. അടുത്തത്, ഒരു സംഖ്യ ആദ്യം X% വർദ്ധിപ്പിച്ച് പിന്നീട് Y% കുറഞ്ഞാൽ ആ സംഖ്യയിൽ ഉണ്ടാകുന്ന മൊത്തത്തിലുള്ള മാറ്റം എത്ര ശതമാനമായിരിക്കും? ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാനുള്ള പ്രോബ്ലംസ് അധിക PSC പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ മറക്കാതിരിക്കുക. എന്താണ്? X എന്താണ് കൂടിയ, അതായത് X% വർദ്ധിപ്പിച്ചപ്പോൾ അതിന് എന്തായിരിക്കണം? പോസിറ്റീവ് സൈൻ. സോ X പിന്നെയോ Y% കുറച്ചാൽ അപ്പോൾ അവിടെ എന്തായി? നെഗറ്റീവ്. സോ X മൈനസ് Y മൈനസ് XY ഡിവൈഡഡ് ബൈ 100. എന്തുകൊണ്ടാണ് അവിടെ മൈനസ് XY ആയത്? വൈയുടെ വാല്യൂ ഡിക്രീസ് ആയതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് വന്നത്. സോ ഇക്വേഷൻ എന്താണ്? X മൈനസ് Y മൈനസ് XY ഡിവൈഡഡ് ബൈ 100. അടുത്തത്, ഒരു സംഖ്യ ആദ്യം X% കുറച്ച് പിന്നീട് Y% വർദ്ധിപ്പിച്ചാൽ ആ സംഖ്യയിലുണ്ടായ മൊത്തത്തിലുള്ള മാറ്റം എത്ര ശതമാനമായിരിക്കും? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സംഖ്യ ആദ്യം X% കുറച്ച് പിന്നീട് Y% വർദ്ധിപ്പിച്ചാൽ അപ്പോൾ എന്തായി? ഇവിടെ Xന് എന്തായിരിക്കണം? നെഗറ്റീവ് സൈൻ. Yക്ക് എന്തായിരിക്കണം? പോസിറ്റീവ് സൈൻ. സോ ദ ഇക്വേഷൻ എങ്ങനെയായിരിക്കണം? -x + y
മൈനസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ 100. അടുത്തത്, ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിക്കുകയും പിന്നീട് വീണ്ടും x% വർദ്ധിപ്പിക്കുകയും 2% രണ്ട് പ്രാവശ്യം എന്താ ചെയ്തിരിക്കുന്നത്? ഒരേ വാല്യൂ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ആ സാധനത്തിൻ്റെ വിലയിലുണ്ടായ മൊത്തത്തിലുള്ള വർധനവ് എത്ര ശതമാനമായിരിക്കും? എത്രയായിരിക്കും അത്? 2x പ്ലസ് x² ഡിവൈഡഡ് ബൈ 100. ഇനി അടുത്തത്, ഒരു സാധനത്തിൻ്റെ വില x% കുറയ്ക്കുകയും പിന്നീട് വീണ്ടും x% കുറയ്ക്കുകയും ചെയ്താൽ ആ സാധനത്തിൻ്റെ വിലയിലുണ്ടായ മൊത്തത്തിലുള്ള കുറവ് എത്ര ശതമാനമായിരിക്കും? അതെങ്ങനെയായിരിക്കും? -2x പ്ലസ് x² ഡിവൈഡഡ് ബൈ 100. അടുത്തത് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ദ കോസ്റ്റ് ഓഫ് എ മെഷീൻ is estimated to be increasing at the rate of 10% every year. If its cost rupees 12,000 now, what will be the estimated value after 3 years? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോഴുള്ള വാല്യൂ എത്രയാണ് മെഷീൻ്റെ? 12,000. എന്താ സംഭവിക്കുന്നത് ഇവിടെ? ഓരോ വർഷവും 10% ഇൻക്രിമെൻ്റ് നടക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 12,000 പിന്നെ ആദ്യത്തെ വർഷം 10% എന്ന് പറഞ്ഞാൽ 110. ബേസ് വാല്യൂ എത്രയാണ്? 100 ഇൻറ്റു വീണ്ടും 10% കൂടിയല്ലോ, അങ്ങനെ 3 വർഷം ആണല്ലോ. സോ ഇപ്പം എന്താണ്? 12 ഇൻറ്റു 11, അതേപോലെ എന്താണ് 11 ഇൻറ്റു 11. നമുക്കിത് നോക്കാം. 11 ഇൻറ്റു 11 എത്രയാണ്? 11ൻ്റെ സ്ക്വയർ 121. അതേപോലെ ഇതെന്താണ്? 2, 3, 1, 1, 3, 2 അല്ലേ? ഇനി നമുക്ക് 132 121 മൾട്ടിപ്ലൈ ചെയ്യാം. 2, 3, 4, 7, 1, 2, 3, 6, 9, 2, 3, 5, 1. അപ്പോൾ ആൻസർ എന്താണ്? 15972 ആണ് എന്ത്? റൈറ്റ് ആൻസർ. അപ്പം നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബാറ്റ്സ്മാൻ സ്കോർഡ് 120 runs which included 3 boundaries and 8 sixes. What percent of his total score did he make by running between the wickets? ഇപ്പോൾ എത്രയാണ് അയാളുടെ ടോട്ടൽ സ്കോർ അല്ലെങ്കിൽ ടോട്ടൽ റൺ എന്ന് പറയുന്നത്? 120. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ റണ്ണാണ് 120. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 3 boundaries. 3 boundaries എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 runs ആണല്ലോ. ഇനി 8 sixes എത്രയാണ്? 8 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 48. സോ ടോട്ടൽ റൺ എത്രയാണ്? 12 പ്ലസ് 48 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 60. അയാൾ ഇങ്ങനെ നേടിയിരിക്കുന്നത് എത്രയാണ്? 60. ബാക്കി അയാൾ എന്താണ്? ഓടിയെടുത്തതാണ്. സോ 120 60 കുറച്ചാൽ എത്രയാണ്? 60 ആണല്ലോ. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് ആണല്ലോ നമ്മളോട് ചോദിച്ചത്. ഇപ്പം എന്താണ്? 60 ഡിവൈഡ് ബൈ ടോട്ടൽ റൺ എത്രയാണ്? 120 ഇൻറ്റു എത്രയാണ്? 100. സോ എത്രയാണ്? 50% ആണ് റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. %30 of number is 120. Which is the number? ഏതോ ഒരു സംഖ്യയുടെ 30% 120. അങ്ങനെയെങ്കിൽ ആ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്താ അറിയാം? 30 120 എങ്കിൽ നമുക്ക് എന്തറിയണം? 100 അല്ലേ അറിയേണ്ടത്? സോ 100 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? 120 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 30. സോ എന്താണ്? 400. 400 ശരിയായ ഉത്തരം. അടുത്തത്, when 28% of 450 is added to 45% of 280, the sum is. ഇപ്പം എന്താണ്? 450ൻ്റെ 28%. എന്താണ്?
28% of 450 is added to പിന്നെ എന്താണ് 280-ന്റെ 45%, അതായത് 45% ഓഫ് 280. സീറോസും സീറോസും ക്യാൻസലായി. 9 5 45, 2 14. സോ ഇതെന്താണ് നമുക്കറിയാം, എ ബി ഇ പ്ലസ് ബി എ ആണല്ലോ. എന്തെഴുതാം നമുക്ക്? 2AB. അപ്പോൾ ഇവിടെ എന്താണ് 2 ഇൻറ്റു എ എത്രയാണ് 14 ഇൻറ്റു 9, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 2 9 2 18 ഇൻറ്റു 14 എത്രയാണത്? 8 4 32. 1 4 4 8 12 3 15. 1 ബാക്കി 1 2 252 ആണ് എന്ത് റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് ശരിയാണെന്ന് ചെക്ക് ചെയ്യുന്നോ? ഇതാ നോക്കിയേ, 8 4 32, 3 ബാക്കി, 1 4 4 8 12, 12 3 15, 1 ബാക്കി, 1ൻ്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ 2. സോ ദ ആൻസർ ഈസ് 252. അടുത്തത്, if the price of commodity is raised by 30%, find by how much percent must a householder reduce his consumption of that commodity so as not his consumption of that commodity increase his expenditure. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ പറയാം? നമുക്കിപ്പോൾ പറയാം, ഫോർ എക്സാമ്പിൾ ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഇന്നലെ വരെ നമുക്ക് 100 രൂപയായിരുന്നു. ഇന്ന് അത് 30% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ഇന്ന് ആ പഞ്ചസാരയ്ക്ക് നമ്മൾ 1 കിലോ പഞ്ചസാരയ്ക്ക് കൊടുക്കേണ്ടത് 130 രൂപയാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പഞ്ചസാരയുടെ അളവ് അങ്ങോട്ട് കുറയ്ക്കും, അല്ലേ? അങ്ങനെ ചെയ്താൽ മാത്രമാണല്ലോ വിലയിൽ, അതായത് അയാൾക്ക് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റൂ. സോ അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? എത്ര ശതമാനം ഇൻക്രീസ് ചെയ്തു? 30%. സോ അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 130% അല്ലോ. സോ 30/130 ഇൻറ്റു 100. ഇപ്പം എത്രയാണ്? 300/13. എത്രയാണ് 300/13? നോക്കിക്കോ, 300 ഹരിക്കണം 13. 13 2 26, 40 3 39 1. സോ ആൻസർ എന്താണ്? 23 1/13%. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത്, the price of a car is first increased by 10% and then decreased by 10%. വാട്ട് ഈസ് ചേഞ്ച് ഇൻ വാല്യൂ? ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പെർസെൻറ്റേജിൽ വന്നിരിക്കുന്ന വ്യത്യാസം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം എന്താ ചെയ്തത്? കാറിൻ്റെ വില 10% വർദ്ധിപ്പിച്ചു, അതിനുശേഷം എന്ത് ചെയ്തു? 10% കുറച്ചു, അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? x മൈനസ് y മൈനസ് xy ഡിവൈഡഡ് ബൈ 100. സോ ഇത് എന്താവും? 0. ഇപ്പോൾ എന്താണ്? -1%. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1% ഡിക്രീസ്. 1% എന്താ നടന്നിരിക്കുന്നത്? ഡിക്രീസ് ആണ് നടന്നിരിക്കുന്നത്. അടുത്തത്, when 20% of 200 is added to 50% of 450, the sum is, ഇവിടെ എന്താ നടന്നിരിക്കുന്നത്? 200ൻ്റെ 20% added to 450ൻ്റെ 50% ആണല്ലോ. ഇത് 40, ഇതോ 5 5 25, 4 5 20, 2 22. എത്രയാണത്? 265 ആണ് എന്ത് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the value of machine decreases at 5% annually. If the present value is 12,000, what will be its value before 2 years? ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്രയാണ് പ്രസൻറ്റ് വാല്യൂ? 12,000, 12,000 രൂപ, അല്ലേ? എന്താ ഇവിടെ നടക്കുന്നത്? ഓരോ വർഷം കൂടുമ്പോഴും 5% ഡിക്രീസാണ് നടക്കുന്നത്. ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 2 വർഷം മുന്നേയുള്ള ഈ മെഷീൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ 12,000 ഇൻറ്റു എന്ത് വരും? 100/95 അല്ലേ? കാരണം ബാക്കോട്ട് പോകുന്നതോറും എന്താണ്? ഈ മെഷീൻ്റെ വില കൂടുകയാണ്, മുന്നോട്ട് പോകുന്നതോറും എന്താണ്? മെഷീൻ്റെ വില കുറയുകയാണ് ചെയ്യുന്നത്.
ഇവിടെ നമുക്കറിയാം 95ൻ്റെ സ്ക്വയർ ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. 95ൻ്റെ സ്ക്വയർ എന്താണ്? 925 ആണല്ലോ. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ? 25 100 19 5 95 ഇങ്ങനെയും ചെയ്യാം. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 19ൻ്റെ സ്ക്വയർ എത്രയാണ്? 9 9 9 9 81 8 ബാക്കി 9 9 9ൻ്റെ ഇരട്ടി എത്രയാണ്? 18 18 8 36 3 ബാക്കി 19 ഇൻറ്റു 19 എത്രയാണ്? 9 9 81 8 ഒരു 9 9 9 18 8 26 26 2 ബാക്കി 1 2 3 361 19ൻ്റെ സ്ക്വയർ. സോ 12000. ഇതും 20 ഇൻറ്റു 20 400 അല്ലേ? ഡിവൈഡ് ബൈ 361. 12 4 എത്രയാണ്? 48. എത്ര പൂജ്യം? 3 2 5 0 ഹരിക്കണം എത്രയാണ്? 361. ഒരു പ്രാവശ്യം 361. 10 1 9. ഇനി 7 6 1 4 4 3 കുറച്ചാൽ 1 എത്രയായി? 3 3 3 6 18 3 9 1 10 എത്രയായി? 7 0 1. അതിൽ എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം. 2 12 23 6 1 7 8 6 2 4 10 7 3 34 80. അതിൽ എത്ര പ്രാവശ്യം പോവും? 34 80 34 80 നമുക്ക് എന്ത് ചെയ്യാം? 9 9 6 54 9 3 27 5 34 വരും അല്ലേ? അപ്പോൾ എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. സോ 9. നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ഇവിടെ 4 നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ കാൽക്കുലേഷനിൽ നമുക്ക് തെറ്റ് വരും. ഇവിടെ ചെയ്ത് നോക്കാം. എത്രയാണ്? 12 4 48 5 0 അല്ലേ? ഹരിക്കണം 361. ഒരു പ്രാവശ്യം 361. 10 1 9 7 1 1 ആണല്ലോ. ഇനി ഇത് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അപ്പം 3 3 18 10. 10 7 0 1. ഇനിയോ 0. വീണ്ടും എത്രയായി? 2 2 26 12 23 6 1 7. അപ്പോൾ 10 2 8 പ്രാവശ്യം. പിന്നെ 6 2 4 പ്രാവശ്യം 3 34 80. ഇനി നമുക്കത് എത്ര ചെയ്യാം? 34 80 ആണല്ലോ. സോ നമുക്ക് 9 വെച്ച് ചെയ്ത് നോക്കിയാലോ? 9 9 6 54 5 ബാക്കി. പിന്നെ 9 3 27 5 34. 10 1 7 4 3 0 0. പിന്നെയോ? അപ്പോൾ 310 അല്ലേ? 1 2 3 4. ഇനി എന്ത് ചെയ്യണം? 3100. സോ 13 290. 3090 എത്ര പ്രാവശ്യം പോവും? അപ്പോൾ ഇങ്ങനെ അത് വർദ്ധിപ്പിച്ചു വരും. ആൻസർ എന്തായിരിക്കും? 13290 പോയിന്റ് വാല്യൂ ആയിരിക്കും.
ആൻസർ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ The value of machine decreases at 5% annually if the present value is 12%. What will be its value before 2 years? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? 12,000. നമുക്ക് എത്ര പ്രാവശ്യം? നമുക്ക് അറിയാം എന്താണ് ഇൻക്രിമെൻ്റ് ആണ് നടക്കുന്നത്. സോ 100/95 ഇൻറ്റു 100/95 ആണല്ലോ. സോ 100ൽ 20 5 100 19 5 95. ഇനി നമുക്കിതെന്താ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ 12 × 4 48. എത്ര പൂജ്യം? 3ഉം 2ഉം 5 പൂജ്യം. ഇനിയോ 19 × 19 എന്ന് പറയുന്നത് 361 സോ 480ൽ 361. 10ൽ 1 9, 7ൽ 6 1, 4ൽ 3 1, 11 90ൽ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം ആണല്ലോ. 3 18 10, 10ൽ 7 0 1. ഇനി എന്താണ്? 10 70. അപ്പം നമ്മൾ ഇതെടുത്തു ഇവിടെ എത്തി. 10 70ലോ 2 പ്രാവശ്യം 2 12 3 2 6 1 7. 10ൽ 8 6ൽ 4 3. സോ ഇത് വരുമ്പോൾ എന്തായി? 9 ആയി. 9 നമ്മളിതും എടുത്തു. 9 9 6 54, 5 ബാക്കി. 9 3 27 5 32 അല്ലേ? 9 6 54, 4 ബാക്കി. 9 3 27, 27 5 30, 27 5 32. സോ 10ന്ന് 9 1. ഇനി 7 4 3, പിന്നെയോ 4 2. 23 10. 23 10ൽ എത്ര പ്രാവശ്യം പോവും? 23 7 6 42, 7 3 21 4 അത് പോവില്ല. 6. ഇപ്പം 6 6 6 36, 3 ബാക്കി. 6 6 3 18 3 21. സോ 4 10ൽ 6 4, 2ൽ 1 1, 1 4 4 0. അതിൽ എത്ര പ്രാവശ്യം പോവും? നമുക്കറിയാം 4 പ്രാവശ്യം പോവും അല്ലേ? 4 4 6 24, 2 ബാക്കി. 4 3 12 2 14. 4 പോവില്ല, 3 പോവും. സോ ആൻസർ എന്തായി? 1329.6.3. ഇതാണ് എന്താ 2 വർഷം മുന്നേയുള്ള ആ മെഷീൻ്റെ വാല്യൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ബൈ എ വാച്ച് ഫോർ ₹240 ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ ₹300. ഫൈൻഡ് ഹിസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എ പേഴ്സൺ ബൈ എ വാച്ച് ഫോർ ₹240. 240 രൂപക്ക് വാങ്ങിച്ച വാച്ച് 300 രൂപക്ക് വിറ്റാൽ അയാൾക്ക് കിട്ടിയിരിക്കുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 240 300 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 60 അല്ലേ? ഇവിടെ അയാളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 240, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 300 ആണല്ലോ. കോസ്റ്റ് പ്രൈസ് 240, സെല്ലിംഗ് പ്രൈസ് 300. ഇനി പ്രോഫിറ്റ് എത്രയാണ്? 300 മൈനസ് 240 ദാറ്റ് ഈസ് ഈക്വൽ ടു 60. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ CP ഇൻറ്റു 100. പ്രോഫിറ്റ് എത്രയാണ്? 60. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 240 ഇൻറ്റു 100. 6 4 24, 4 100ൽ 25. സോ ആൻസർ എന്താണ്? 25
percentage. Okay, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. A shopkeeper sells a school bag at a loss of 10% and he got rupees 315. What is the cost price? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അയാൾ ഒരു ഷോപ്പ് കീപ്പർ ഒരു ബാഗ് വാങ്ങിച്ചിട്ട് 10% നഷ്ടത്തിലാണ് ആ ബാഗ് വിറ്റത്. അതിൻ്റെ വിറ്റ വില എന്ന് പറയുന്നത് 315 ആണെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 315. ലോസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് അല്ലേ? ലോസ് പെർസെൻറ്റേജ് എത്രയാണ്? 10%. സോ 100 10 കുറച്ചാൽ എത്രയാണ്? 90. 90 എന്ന് പറയുന്നതാണ് 315 എങ്കിൽ 100 എത്രയാണെന്ന് നോക്കിയാൽ പോരെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 315 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 90. സോ 315 9 എത്ര പ്രാവശ്യം? 9 3 27 11 7 4 45 5 35 350 രൂപയാണ് എന്ത്? കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പം അത് മനസ്സിലായല്ലോ. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ സെൽ ഹിസ് ബാഗ് ഫോർ rupees 450. He would lose 25%. For what price he would sell his bag if he has to get 15% gain? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാൾ 450 രൂപക്ക്, ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 450 രൂപയാണ്. ഓക്കെ, ഈ 450 രൂപക്ക് ഒരാൾ ഒരു ബാഗ് വിറ്റു. എത്ര ശതമാനം നഷ്ടത്തിൽ? 25% നഷ്ടത്തിൽ. സോ 100 25 കുറച്ചാൽ എത്രയാണ്? 75. സോ 450 എന്ന് പറയുന്നത് എത്രയാണ്? 75. അപ്പം നമുക്ക് അവിടെ നിന്ന് എന്ത് കോസ്റ്റ് പ്രൈസ് കിട്ടുമല്ലോ. ഇത് ചെയ്താൽ പോരെ? ഇനി എന്ത് ചെയ്യണം? അയാൾക്ക് 15% ലാഭം കിട്ടണമെങ്കിൽ അപ്പം എന്തിൻ്റെ കൂടെ കൂട്ടണം? 100 + 15 115. അപ്പം ഈ 100 ക്യാൻസൽ ആയല്ലോ. ഇനി 75 75 5 എത്ര പ്രാവശ്യം? 15 5 75 അല്ലേ? ആണോ? കറക്റ്റ്. 15 5 75. ഇനി 115 5 എത്ര പ്രാവശ്യം? 23 പ്രാവശ്യം. 15 3 45 30 ഇൻറ്റു 23 3 എത്രയാണ്? 69. സോ 690 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? 15% ലാഭം നേടാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ വെൻഡർ ഇൻക്രീസ്ഡ് ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ബൈ 20% and then given a reduction of 10%. What will be his profit percentage? ഒന്നുകൂടി നോക്കിയേ. A vendor increased the price of commodity by 20% and then given a reduction of 10%. What will be his profit percentage? ഇവിടെ ആദ്യം എന്താ നടക്കുന്നത്? 20%. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചു. എന്തായിരുന്നു? x minus y minus xy divided by 100. ഇവിടെ x എത്രയാണ്? 20% വർദ്ധിച്ചു, 10% കുറഞ്ഞു. 20 10 കുറച്ചാൽ 10 മൈനസ് 2 8% അയാളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജിൻ്റെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരു ഡൗട്ട് വന്നിരിക്കുന്ന സെഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു സെഷൻ. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഞാനൊന്ന് നന്നായിട്ടൊന്ന് റെഫർ ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക. താങ്ക് യു.